പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഷോപ്സ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അല്ലാതെ നോക്കാം. അപ്പം ആദ്യമേ പറയാനുള്ളത് എന്താ പറയണേ, രാമചന്ദ്രന് നമ്മളെ പോത്തീസ് കല്യാൺസ് അങ്ങനെയൊക്കെയുള്ള എനിക്ക് തോന്നുന്നു കല്യാണ സാരികൾ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് ഹെവി വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ പോകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ജയലക്ഷ്മി ഇച്ചിരി കൊള്ളാവുന്ന ഒരു കടയായിട്ടൊക്കെ പറയാവുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന് പക്ഷെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കേട്ടോ അവിടെ നോക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് അടുത്ത് നമുക്ക് എനിക്ക് തോന്നുന്നത് RK വെഡ്ഡിങ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് വരുന്നുണ്ട് പഴമങ്ങാടിൻ്റെ അടുത്തായിട്ട്. RK വെഡ്ഡിങ്ങിൽ അത്യാവശ്യം കളക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പം ഞാൻ വെഡ്ഡിങ് സാരിയൊക്കെ നോക്കിയിട്ട് 5,000 അടുപ്പിച്ചൊക്കെ മേടിക്കാനായിട്ടൊക്കെ നോക്കി തുറക്കുന്നവരാണ്. അതാണെങ്കിൽ അങ്ങനെയും ഉണ്ട്. 3000-നൊക്കെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഐറ്റംസ് തരണ സംഗതി എന്നിട്ട് ആവറേജ് കാണാൻ ഇച്ചിരി കൊള്ളാവുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്, റേറ്റും കുറവായിട്ടൊക്കെ ഉള്ള ഒരു ഇതായിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കല്യാണിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാണ്. ഇനി സാധാരണക്കാരിലോട്ട് വരികയാണെങ്കിൽ എന്തായാലും രാമചന്ദ്രൻ തന്നെയാണ് പറയത്തുള്ളൂ. നമുക്ക് ബഡ്ജറ്റായ കുറവായിട്ടാണ് നോക്കുന്നതെങ്കിൽ സാധാരണ ഒരു എന്തോ പറയാനായിട്ട് 100 രൂപയ്ക്ക് ഒരു കൊട്ടിക്കിടാൻ ടോപ്പ് ഒരു ഉടുപ്പോ പാൻറ്റ് ഉടുപ്പോ എന്തെങ്കിലും തൊട്ട് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് തുടങ്ങാൻ കഴിഞ്ഞാൽ രാമചന്ദ്രൻ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പറഞ്ഞു തരികയാണെങ്കിൽ ഇപ്പം മാക്സ് സ്റ്റുഡിയോ ഇത് രണ്ടും എടുത്ത് നോക്കുമ്പോൾ ഏതാണ് അടിപൊളി എന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് വെച്ചാൽ മാക്സിൽ അതിൻ്റേതായ ക്വാളിറ്റിയാണ് കേട്ടോ വരുന്നത് എല്ലാ ഡ്രസ്സിനും. ഇപ്പം ചില പ്രീമിയം രീതിയിലൊക്കെയാണ് അവിടുത്തെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നത്. കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ് വരുന്നത്. ഓക്കെ, എനിക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കൊള്ളാം, നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് മാക്സിൽ വരുമ്പോഴത്തേക്കും വരുന്നത്. എന്നിട്ട് സ്റ്റുഡിയോയിലോട്ട് വരുമ്പോഴത്തേക്കും സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കണമെന്നായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റുഡിയോ തന്നെ ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും എന്താ പറയുക, നമ്മളെ സഹോദരന്മാരാണെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഒരേപോലെ ഇട്ടുകൊണ്ട് വരും. അതൊരു പ്രത്യേകതയാണല്ലോ അവിടുത്തെ കളക്ഷൻ നോക്കുമ്പോഴത്തേക്ക്. അത്ര മാത്രമേ സ്റ്റുഡിയോയെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ അത്യാവശ്യം അവരുടെ സമ്മർ കളക്ഷൻ, പിന്നെ അവരുടെ വിൻ്റർ കളക്ഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിടുമല്ലോ. എനിക്ക് തോന്നുന്നു നല്ല റേറ്റ് കുറവാണ്. ജെൻസിനും അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 1000-ൻ്റെ പാൻറ്റ്സൊക്കെ ഇപ്പോൾ തോന്നുന്നു ഒരു 799, ഒരു 600 സംതിങ്, 500 സംതിങ് ഇങ്ങനെയൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിലൊക്കെ അവർ കൊടുക്കും കേട്ടോ. അത് നമ്മൾ നോക്കിയിരുന്ന് എടുക്കണം എന്നതാണ് ഇതിൻ്റെ ആ ഒരു ഓഫറിലേക്ക്. നമ്മൾ അതിപ്പോൾ ലേഡീസിൻ്റെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വെസ്റ്റേൺ ടൈപ്പിനൊക്കെ പറ്റിയ ഷോപ്പാണെന്ന് തന്നെ പറയാം കേട്ടോ. അതും വില കുറവ്, ഒരു 500 രൂപ 300 റേഞ്ചിലൊക്കെ ഇതിൻ്റെ പോലെ സൂപ്പർ സാധനമാണ്. പിന്നെ ഈ ഓഫർ ഇട്ട് വരുമ്പോൾ പ്രത്യേകത 200 രൂപയുടെ കാണുമ്പോൾ നമ്മൾ ടോപ്പ് എടുത്ത് ബില്ലടിക്കുക അവരുടെ അടുത്ത് കൊണ്ട് നിൽക്കുമ്പോൾ പറയും, അയ്യോ ഇത് ഓഫറിലുള്ളതല്ല, ഇത് 300 സംതിങ് എടുക്കുമോ എന്നെങ്കിൽ നമ്മൾ എടുക്കൂല എന്ന് തന്നെ പറയണം കേട്ടോ. ചിലപ്പോൾ അവർ എന്താ മിക്കവാറും കണ്ടുള്ള കാര്യമാണ്. അവർ ഉടനെ അയ്യോ ഇത് ഇത്രയാണോ റേറ്റ്, സോറി കേട്ടോ നമ്മൾ അത് മാറിയതാണ്, കോൾ കൊടുത്തൊക്കെ മാറി. അത് എന്ത് ട്രിക്കാണ് അവരെ കൊടുക്കണമെന്നെങ്കിൽ മനസ്സിലാകുമ്പോൾ തെറ്റുന്നതുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു ക്ലിപ്പ് മേടിച്ചത് അങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത് ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്ലിപ്പാണ് കേട്ടോ. മിക്കവാറും സ്ഥിരം നോക്കി അതിലുള്ളതായിരിക്കും ഒരു ബ്രൗണിഷ് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. പക്ഷെ അത്യാവശ്യം കുത്തുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ഇതായിട്ട് ഇപ്പോൾ തലമുടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിട്ടിരിക്കുന്ന പക്ഷേ വലിപ്പത്തിലാണ് ഞാൻ എടുത്തത്. എന്നാലും ഇത് വെളിയിൽ നല്ല റേറ്റ് തോന്നുന്നു. ഞാൻ അന്ന് ഓഫർ വന്നപ്പോൾ എടുത്തത് എനിക്ക് തോന്നുന്നു 49 രൂപയ്ക്കാണ് ഞാൻ ഈ ക്ലിപ്പ് എടുത്തത്. അതിന് മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു അവിടുന്ന് കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് ചെന്ന് നോക്കിയപ്പോൾ ഇത് വന്നിട്ട് 100 രൂപ അടുപ്പിച്ചായിരുന്നു ഈ ക്ലിപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വിലക്കുറവിലാകുമ്പോഴത്തേക്കും മേടിക്കാം, നമ്മൾ അവർക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ആളായിരുന്നു ഞാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ക്ലാസ് ടൈപ്പായിട്ട് എനിക്ക് തോന്നി. സാധാരണ ഒരു ലോക്കൽ പ്ലാസ്റ്റിക് ഒന്നുമല്ല, സാധാരണ തട്ടിക്കിടുന്ന പോലെ നല്ല കൂടിയ ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് കാണുമ്പോൾ. കൂടിയെന്ന് വെച്ചാൽ അത്യാവശ്യം കാണാൻ ലുക്കുണ്ട്, മനസ്സിലായോ, ആ രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഓഫർ വരുമ്പോൾ എടുക്കാം വിചാരിച്ച് നോക്കിയപ്പോൾ 49 രൂപയുടെ ഓഫറിൽ നമുക്ക് ഭയങ്കര സന്തോഷം. എടുത്തോളാമെന്നും പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ചടിക്കരുത് എടുത്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും അറിഞ്ഞില്ലായിരുന്നു ഇതിന് വീണ്ടും ഓഫർ വരുമെന്ന്.
പിന്നെ എന്തിൻ്റെയോ ഒരു കാര്യത്തിന് ഞാൻ ഇതേപോലെ പോയപ്പോഴത്തേക്ക് എൻ്റെ ഭയങ്കര സങ്കടം, ഇത് 29 രൂപയ്ക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രത്യേകത. പിന്നെ മറ്റേ ഈ കമ്മൽ, മാല, അത് അങ്ങനെയൊക്കെ ഇടാനായിട്ട് താല്പര്യമുള്ളൂ. ഞാൻ അങ്ങനെ പോയി അധികം ഇടാറില്ല, എങ്കിലും ഇടും. കമ്മലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഐറ്റംസ് നോക്കുന്നവർക്ക് എൻ്റെ മുന്നേ 49 രൂപ, കൊച്ചുകുട്ടിയുടെ ക്ലിപ്പ് 29 രൂപ. പക്ഷേ എനിക്ക് കുറച്ച് കൂടിയ സാധനമാണ് ഒരു പെട്ടെന്ന് വില കുറച്ചിരുന്നത്. ഹാൻഡ് ബാഗ്, ചെരുപ്പ് ഭയങ്കര സുഡിയോ ബെറ്ററാണ്. ഓഫർ ഇടുമ്പോൾ നല്ല ചെരുപ്പ് ഓഫർ കിട്ടും. സുഡിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ്റെ മാക്സ് ആണെന്നാണ് ഞാൻ പറയാൻ. സുഡിയോ ഓക്കെ. അപ്പം ഇത് ഞാൻ പോകാറുള്ള ഷോപ്പുകളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ സുഡിയോ ഓക്കെയാണ്. പിന്നെ അല്ലാത്ത സമയത്ത് രാമചന്ദ്രൻ ഓക്കെയാണ്. കല്യാണ സാരിക്ക് ഇത്തിരി നന്നായിട്ട് കളക്ഷൻ എടുക്കണം, അതുപോലെ ഇപ്പം ബാക്കിസം അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് വെറൈറ്റി എടുക്കണം എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ആർക്കും ഞാൻ എന്തായാലും പറയും. ഹെവി രീതിയിൽ ഹൈ രീതിയിൽ പൈസ വെറുതെ ഇരിക്കുന്ന നാട്ടിൽ വരുമ്പോൾ കാണിച്ചിടണമെന്നുള്ളപ്പോൾ വേണമെങ്കിൽ ജയലക്ഷ്മി തീർച്ചയായിട്ടും നല്ല ഷോപ്പാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ വരും. പിന്നെ ജെൻസിൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ അത് അറിയാമല്ലോ. ഇപ്പോൾ കുറേ ബൊട്ടിക്കുകൾ അങ്ങനെ കുറച്ച് ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ട്രിവാൻഡ്രത്തൊക്കെ കൂടുതലായിട്ടും അങ്ങനെ മിക്കവാറും ഇച്ചിരി കേരള കുറവിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ചൈനീസ് ടെക്ക് അങ്ങനെയൊക്കെ ഉള്ളത്, ലിനൻ കോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി സാധാരണക്കാർ കൂടുതലായിട്ട് ഐറ്റംസൊക്കെ ആയിട്ട് ഇപ്പം എടുക്കാൻ വരുന്ന ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഈ പാപ്പനംകോടിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിവിടെ നിന്ന് ഏറ്റവും കൂടുതൽ മേടിക്കാൻ പോകുന്നത് എന്താ, പൂജപ്പുര ഒരു ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ, ജെൻസിനെ പറ്റിയത്. എനിക്ക് തോന്നുന്ന കളക്ഷനുണ്ട്. ഇപ്പം ചൈനീസ് അങ്ങനെയൊക്കെ ഉള്ളതും കുറച്ച് വെറൈറ്റി കളക്ഷൻ വരുന്നത് മോസ്കോ എന്നാണ് തോന്നുന്നത്. ഈ ഒരു ഇവിടെ പറയാനായിട്ട് പൂജപ്പുര SP കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്രണ്ടിലോട്ട് കാണാം, മണ്ഡപം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വരും. ഇപ്പോൾ മോസ്കോ അവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വന്നത് ഫ്ലേക്ക് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഭയങ്കര ഇടിയും ബഹളമൊക്കെയാണ്. കുറച്ച് ലോക്കൽ ടൈപ്പിലുള്ള ചില ഡ്രസ്സുകളും കാര്യങ്ങളും എന്ന് വെച്ചാൽ അറിയാലോ, ക്ലോത്തിൻ്റെ രീതിയുടെ ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള പെട്ടെന്ന് ഗതിയിൽ അവർക്ക് ആയിട്ടുള്ള പേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലീക്കിലാണെങ്കിലും അത്യാവശ്യം അങ്ങനെയൊക്കെയുള്ള നോക്കിയാണെങ്കിൽ ജെൻസിനെ പറ്റിയ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിട്ടൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ടിൽ നോക്കുന്നുണ്ട്. അല്ലാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടിയ രീതിയിലുള്ള സ്ഥലത്തൊക്കെ പോകേണ്ടി വരും. ആ രീതിയിലുള്ള വെച്ചാൽ ട്രിവാൻഡ്രത്ത് എനിക്ക് എടുത്തപ്പോൾ പുള്ളിക്കാരൻ എടുക്കാൻ പോയി വെച്ച് ബെറ്ററായിട്ട് തോന്നിയ ഷോപ്പുകളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ ഏതാ പറയാനായിട്ട് നിർമ്മതൊരു ഷോപ്പുണ്ടായിരുന്നത്, പേര് നിർമ്മ ഏതൊരു ഷോപ്പ്. ഓക്കെ, അപ്പം അവരെ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് വേറെ കുറേ ഷോപ്പുകളുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് നമ്മളെന്തായ കുറേ ഷോപ്പുകളുണ്ടായിരിക്കും ലേഡീസിന്. അങ്ങനെയാണ്.